എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 40 റിവ്യൂ ആണ്. ഇന്നലത്തോടു കൂടി വീക്കിലി ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. വീക്കിലി ടാസ്കിൽ പരാജയപ്പെട്ടാൽ ഏതെങ്കിലും ഒരു സൂപ്പർ പവർ മാത്രം നഷ്ടപ്പെടേണ്ടിയിരുന്ന സമയത്ത് നൂറേൻ്റെ മണ്ടത്തരം കാരണം രണ്ടാമത്തെ സൂപ്പർ പവറായ ഇമ്മ്യൂണിറ്റിയിൽ ഒരെണ്ണം കൂടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ വീക്കിലി ടാസ്കിൻ്റെ മൂന്നാമത്തെ റൗണ്ടായിരുന്നു. അതിൽ നൂറയ്ക്ക് 2 ഓപ്ഷൻസ് കൊടുക്കുന്നു. ഒന്നാമത്തത് 60 മിനിറ്റ് 2 മിഷ്യൻ 25 ചെരുപ്പുകൾ നിർമ്മിക്കണം. രണ്ടാമത്തെ ഓപ്ഷൻ 90 മിനിറ്റ് 1 മിഷ്യൻ 25 ചപ്പൽ നിർമ്മിക്കണം. ഇതിൽ ഏത് ഓപ്ഷനാണ് വേണ്ടതെന്നുള്ളത് ടോസ് ഇട്ടിട്ടാണ് തീരുമാനിക്കുന്നത്. ടോസ് ഇട്ട സമയത്ത് രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള 90 മിനിറ്റ് 25 ചെരുപ്പുകൾ നിർമ്മിക്കണം 1 മിഷ്യൻ ഉപയോഗിച്ച്. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം ബ്ലാക്ക് കോയിൻസ് ഇല്ല, ഗോൾഡ് കോയിൻസ് മാത്രമേ ഉള്ളൂ. അപ്പം തന്നെ നൂറേൻ്റെ ഒരു സൂപ്പർ പവറിനെ അവിടെ ബാധിച്ചു കഴിഞ്ഞു. ഏതായാലും ഈ ടാസ്ക് ലെറ്ററൊക്കെ വായിച്ചതിന് ശേഷം അഭിലാഷും മോണിയിലും ലക്ഷ്മിയൊക്കെ കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നു ഇത് മാക്സിമം സ്ലോ ചെയ്തിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന വള്ളികളൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കാമെന്ന് പറയുന്നു. അപ്പോൾ അഭിലാഷ് അവിടെ പറയുന്ന കാര്യം ഇന്നലെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും ഈ ചെരുപ്പുകൾ മുഴുവനായിട്ട് നിർമ്മിച്ചിട്ടില്ലെങ്കിലും അവർക്ക് കോയിൻസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് നമുക്ക് വളരെ സ്ലോ ആയിട്ട് ചെയ്തിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട, പക്ഷെ എന്നാലും കോയിൻസ് കിട്ടുമെന്ന് പറയുന്നു. കാരണം ഇവർക്ക് ഈ ടാസ്കിലുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. കാരണം നൂറ തന്നെ ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞ സമയത്ത് കറക്റ്റായിട്ട് ഈ ഗോൾഡ് കോയിൻസ് വീതിച്ച് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവിടെ ഒരു പ്രശ്നം നടന്ന സമയത്ത് നൂറേൻ്റെ വായിൽ നിന്ന് തന്നെ അവിടെ വന്നിട്ടുണ്ട്, എന്നോട് ബിഗ് ബോസ് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് ചെയ്തേ പറ്റൂ എന്നുള്ളത്. അപ്പം തന്നെ എന്തോ ഒരു കാര്യം നൂറയ്ക്ക് ഈ ടാസ്കിലൂടെ ലഭിക്കും എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. പക്ഷേ ഈ സൂപ്പർ പവർ നഷ്ടമാകും എന്നുള്ളതൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാലും രണ്ടാമത്തെ ദിവസം ഇവർക്ക് ഏകദേശം ഒരു ധാരണയിൽ മനസ്സിലായിട്ടുണ്ട് ഈ ടാസ്കിനെ പറ്റിയിട്ട്. പക്ഷേ തലേ ദിവസം ഇന്നലത്തെ ദിവസം ഈ അക്ബറിൻ്റെ ടീം കാണിച്ചിട്ടുള്ള ഒരു പ്രവൃത്തിയോട് എനിക്ക് യോജിപ്പില്ല. കാരണം അത്രയും അഗ്രഷൻ കാണിച്ചിട്ടല്ല ഒരു ടാസ്ക് അവിടെ നടത്തേണ്ടിയിരുന്നത്. എന്നാൽ ഇന്നലെ അവർ കറക്റ്റായിട്ട് ഇത് മനസ്സിലാക്കി വളരെ സ്ലോ ആയിട്ട് ഡ്യൂട്ടിയൊക്കെ ചെയ്ത് ചെരുപ്പുകൾ പൂർണ്ണമായിട്ട് നിർമ്മിക്കാത്തൊരവസ്ഥ ഉണ്ടാക്കി നൂറ ഈ ടാസ്കിൽ പരാജയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് മൂന്നാമത്തെ റൗണ്ടിൽ ഈ അക്ബറിൻ്റെയും അഭിലാഷിൻ്റെയും ഒണിയിലിൻ്റെയും ലക്ഷ്മിൻ്റെയൊക്കെ ഒരു ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു. അവർ ബുദ്ധിപൂർവ്വം തന്നെ കളിച്ച് നൂറേനെ അവിടെ പരാജയപ്പെടുത്തി. ഇതിനിടയ്ക്ക് ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം എന്താണെന്ന് വെച്ചാൽ ഇവരെടുക്കുന്ന പണീനെ ഒന്നും കൂടെ സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് വയ്ക്കുന്നു. അകത്തുള്ള കണ്ടസ്റ്റൻസിനെയും കൂടെ ആക്ടിവിറ്റി റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവരും ഇതിനെ സഹായിക്കുന്നുണ്ട്, ഈ നൂറേനെ പരാജയപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. നെവിനൊക്കെ മാക്സിമം അവിടുന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം മോഷ്ടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 5 ചെരുപ്പും കൂടെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതേപോലെ ഷാനവാസ് ഇന്ന് നിൽക്കുന്നത് ഫാക്ടറി ഉടമയായിട്ടുള്ള നൂറേൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇത്രയും സ്ലോ ആയിട്ട് ഈ യൂണിയൻ ലീഡറൊക്കെ നിന്ന് പണിയെടുക്കുന്നതിനെതിരെ ഷാനവാസ് അക്ബറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. നിങ്ങളിത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്, യൂണിയൻ ലീഡറിൻ്റെ ഇത്തരം പ്രവൃത്തിനെ സമ്മതിക്കുന്നതല്ല, ഇത് മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിനെതിരെ സംസാരിക്കുന്നുണ്ട്. ഏതായാലും അവർക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 18 എണ്ണം മാത്രമേ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ആ റൗണ്ടിൽ പരാജയപ്പെട്ടു. അങ്ങനെ തിരിച്ച് എല്ലാവരോടും വീടിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറയുന്നു. അവിടെ നിന്നിട്ട് ഷാനവാസും അഭിലാഷും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോൾ അഭിലാഷിൻ്റെ നല്ല ഗുഡ് പ്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസ് അഭിലാഷിനെ കളിയാക്കി സംസാരിക്കുകയും അഭിലാഷ് അതിനെതിരെ ഷാനവാസിൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇന്നലെ നിങ്ങളും മിണ്ടാതിരുന്ന് ഗെയിം കളിച്ചില്ലേ, അതേപോലെ തന്നെ ഇത് ഗെയിമായിട്ട് തന്നെ എടുത്താൽ മതി എന്നൊക്കെ അഭിലാഷ് ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം അനുമോള് കിച്ചൺ ടീമിൻ്റെ അനുവാദം ഇല്ലാതെ ഒരു ക്യാരറ്റ് എടുത്ത് വെച്ച് കഴിക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ടുള്ള ബിന്നി പറയുന്നു ഇന്നലത്തെ ഈ പ്രശ്നത്തിൽ തന്നെ ഈ ജിസേലും ആര്യനും ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു എന്നുള്ള വിഷയത്തിൽ തന്നെ ഇന്നലെ പറഞ്ഞിരുന്നതാണ്, ഇനി ആരും തന്നെ കിച്ചണിൽ വന്നിട്ട് ഈ ഫുഡ് എടുത്ത് കഴിക്കരുത്, കിച്ചൺ ടീമിൻ്റെ അനുവാദം ഇല്ലാതെ ഫുഡ് എടുത്ത് കഴിക്കരുതെന്ന്. അപ്പോൾ അതുകൊണ്ട് നീ പ്രവീണിൻ്റെ അടുത്ത് പോയിട്ട് അത് പറയാൻ പറയുന്നു. അങ്ങനെ പ്രവീണിനോട് പറയുമ്പോൾ പ്രവീൺ അനുമോളോട് ദേഷ്യപ്പെടുകയാണ്. നീ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തതല്ലേന്ന്. ഈ പ്രവീണിൻ്റെ ഡബിൾ സ്റ്റാൻഡാണ്. ഇതേ പ്രവീൺ തന്നെ നെവിൻ അവിടെ നിന്നിട്ട് ഗോതമ്പ് പൊടി എടുത്തു കൊടുത്തിട്ട് നെവിന് കാവൽ നിൽക്കുകയാണ് ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി എടുക്കാനായിട്ട് കാവൽ നിന്ന പ്രവീണാണ് അനുമോൾ ഒരു ഫുഡ് എടുത്ത സമയത്ത്, ഒരു ക്യാരറ്റ് എടുത്ത സമയത്ത് അനുമോളെ വഴക്ക് പറയുന്നത്. അതേപോലെ തന്നെയാണ് അക്ബറും. ഈ അനുമോൾ ക്യാരറ്റ് എടുത്ത് കഴിച്ച സമയത്ത് അനുമോൾക്കെതിരെ സംസാരിക്കുകയും മസ്താനി ഒരു തക്കാളി എടുത്ത് കഴിച്ച സമയത്ത് മസ്താനീൻ്റെ കൂടെ നിന്ന് ആ തക്കാളീൻ്റെ പങ്കുപറ്റുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അക്ബർ. അത് ബിന്നി കാണുകയും ബിന്നി അതിനെതിരെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ഒരു വഴക്ക് അവിടെ നടക്കുന്നുണ്ട്. ഏതായാലും അനുമോൾ ഒരു ക്യാരറ്റ് എടുത്ത് കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞാനും എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കഴിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജിലിരുന്ന് ഫുഡ് എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ അനീഷ് സംസാരിക്കുന്ന സമയത്ത് ആര്യൻ അനീഷിനെ ക്ണാപ്പാന്ന് വിളിക്കുന്നു. അത് നിൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്ന് അനീഷ്. ഞാൻ നിൻ്റെ പിതാവിനെ സ്മരിക്കുന്നു എന്ന് ആര്യൻ. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നു. അനീഷ് ചോദിക്കുന്നു നിനക്ക് പിതാവ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥവും മാന്യതയും അറിയുമോ, അതറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ വിളിച്ചതെന്ന് അനീഷ് പറയുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന അക്ബറും അഭിലാഷൊക്കെ പറയുന്നു അവനെ മാത്രം പറയേണ്ട ആവശ്യമില്ല, അനീഷും അവൻ്റെ വീട്ടിൽ പോയി വിളിക്കാനായിട്ട് പറഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആര്യനും അനീഷും തമ്മിൽ അവിടെ കിടന്നൊരു വഴക്ക്. അങ്ങനെ ഇവരുടെ വഴക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാനായിട്ട് പറയുന്നു. എന്നിട്ട് നൂറേൻ്റെ അടുത്ത് പറയുന്നു
നിങ്ങൾ ഏതായാലും ടാസ്കിൽ പരാജയപ്പെട്ടു, പക്ഷേ പണിയെടുത്ത തൊഴിലാളികൾക്ക് കോയിൻസ് വിതരണം ചെയ്യാൻ പറയുന്നു. അപ്പോൾ നൂറ വന്ന് നിന്നിട്ട് അക്ബറും ടീമും വളരെ സ്ലോ ആയിട്ട് മനഃപൂർവ്വം കമ്പനീനെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറയുന്നു. അതിനുശേഷം ഗോൾഡ് കോയിൻസ് ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ്. അതിലാദ്യം ഷാനവാസിനെ വിളിച്ചിട്ട് 4 കോയിൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് അവിടെ നിന്ന് പറയുന്നു, ഞാൻ എൻ്റെ കമ്പനീനെയും സംരക്ഷിക്കാൻ നോക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ എൻ്റെ തൊഴിലാളി യൂണിയൻ നേതാവിൻ്റെ കൂടെ ഞാൻ നിന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അക്ബർ പറയുന്നു, യൂണിയൻ നേതാവിൻ്റെ കൂടെ സമരത്തിൻ്റെ കൂടെയൊന്നും ഷാനവാസ് നിന്നിട്ടില്ല, ഷാനവാസ് അവിടെ നിന്നില്ല ഇവിടെ നിന്നില്ല, ഇന്നലെ മിണ്ടാതിരുന്ന് ഗെയിം കളിക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ അഭിലാഷ് എഴുന്നേറ്റിട്ട് പറയുന്നു, ഇന്നലെ ബ്ലാക്ക് കോയിൻസ് ഉള്ളത് കൊണ്ട് പേടിച്ചിട്ട് മിണ്ടാതിരുന്നു, ഇന്ന് ബ്ലാക്ക് കോയിൻസ് ഇല്ല, ഗോൾഡ് കോയിൻസ് മാത്രമേ ഉള്ളൂ എന്ന് കണ്ടപ്പോഴത്തേക്കിന് നേരെ തിരിഞ്ഞ് മുതലാളിൻ്റെ കൂട്ടത്തിൽ നിന്നു എന്ന് പറയുന്നു. പിന്നീട് അഭിലാഷിനൊരു ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്, ജിഷിന് 2 ഗോൾഡ് കോയിൻ കൊടുക്കുന്നു, ബിന്നിക്ക് 2 കൊടുക്കുന്നു, ആദിലയ്ക്കും 2 കോയിൻസ് കൊടുക്കുന്നു, ബാക്കി ഉണ്ടായിരുന്ന 1 റദ്ദാക്കുന്നു, തിരിച്ച് സ്റ്റോർ റൂമിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അതിനുശേഷം ബിഗ് ബോസ് നൂറേൻ്റെ അടുത്ത് പറയുകയാണ്, ഇനി നമ്മൾ തമ്മിൽ കൺഫെഷൻ റൂമിൽ വെച്ച് പറഞ്ഞിട്ടുള്ള രഹസ്യം ഇവരോടൊക്കെ പറയാൻ പറയുന്നു. അങ്ങനെ നൂറ പറയുന്നു, ഈ ടാസ്കിൽ പരാജയപ്പെട്ടാൽ എൻ്റെ സൂപ്പർ പവറുകളിൽ ഒന്ന് നഷ്ടപ്പെടും എന്നുള്ളത്. ശരിക്കും ഈ ടാസ്ക് തോറ്റു കഴിഞ്ഞാൽ നൂറേൻ്റെ ഒരു സൂപ്പർ പവറേ നഷ്ടമാവുകയുള്ളായിരുന്നു. പക്ഷേ നൂറേൻ്റെ മണ്ടത്തരം കാരണം രണ്ടാമത്തെ സൂപ്പർ പവറായിട്ടുള്ള ഈ നോമിനേഷൻ മുക്തി എന്നുള്ളതിൽ 2 ബാലൻസ് ഉണ്ടായിരുന്നു, അതിലൊന്ന് നഷ്ടപ്പെട്ടു. കാരണം ബ്ലാക്ക് കോയിൻസിൽ 2 ബ്ലാക്ക് കോയിന് നൂറേൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു, 2 അഭിലാഷിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻസ് കയ്യിലുള്ള ആൾക്കാർ ഡയറക്റ്റ് ആയിട്ട് നോമിനേഷനിൽ വരും. അപ്പോൾ 2 പേർക്കും ഈക്വൽ ആയിട്ടുള്ളത് കൊണ്ട് ഇതിലാര് അടുത്ത വീക്കിലെ നോമിനേഷനിലേക്ക് പോകണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാനായിട്ട് വീട്ടുകാരോട് പറയുന്നു. വീട്ടുകാരിൽ ഭൂരിപക്ഷം ആൾക്കാർ നൂറേനെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ നൂറേൻ്റെ ഒരാഴ്ചത്തെ നോമിനേഷൻ മുക്തി എന്നുള്ളതിൽ മാറ്റം വന്ന് നൂറ അടുത്ത ആഴ്ച ഡയറക്റ്റ് ആയിട്ട് നോമിനേഷനിൽ വരികയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ നെവിന് വേണ്ടിയിട്ട് പ്രവീൺ കാവൽ നിന്നിട്ട് ഗോതമ്പൊടി എടുത്തിട്ട് നെവിൻ കുക്കീസ് ഉണ്ടാക്കുന്നു, സ്വയം കഴിക്കുന്നു. അപ്പോൾ ഇത് കാണുന്ന റെന പ്രവീണിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ റെനേൻ്റെ അടുത്തൊന്നും അടുക്കളേൻ്റെ പരിസരത്ത് പോലും വരരുത് എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ പ്രവീൺ അവിടെ കിടന്ന് ഉരുണ്ട് മറിയുന്നുണ്ട്, എനിക്കറിയത്തില്ല അത് ഗോതമ്പൊടി വെച്ചല്ല കുക്കീസ് ഉണ്ടാക്കിയത്, ചോറ് ബാലൻസ് ഉണ്ടായത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ തറയിൽ ഗോതമ്പൊടി എടുത്തതിൻ്റെ ബാലൻസ് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ പ്രവീൺ പറയുന്നു, എന്നോട് ചോദിച്ചിട്ടല്ലേ, എനിക്കിതിനെപ്പറ്റി ഒരു ധാരണയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഉരുണ്ട് മറിയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നൂതില ചെരുപ്പ് ഫാക്ടറിൻ്റെ ഒരു പരസ്യമാണ്. അത് സർക്കസിലെ ആ ടീമിലുണ്ടായിരുന്ന അംഗങ്ങൾ എല്ലാവരും കൂടിയാണ് ആ പരസ്യം നടത്തേണ്ടത്. തരക്കേടില്ലാത്ത ഇപ്പോൾ ലൈവിലാണെങ്കിലും കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ചിരിക്കാനുള്ള വകയുണ്ടായിരുന്നു. അവരത് അവസാനം ലൈവിൽ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അവർ നാടകമാക്കി മാറ്റിയെങ്കിലും എപ്പിസോഡിൽ അത് കട്ട് ചെയ്തൊക്കെ കാണിച്ച സമയത്ത് രസമുണ്ടായിരുന്നു അത് ചെയ്തത്. അതിൽ നെവിൻ്റെ കുറേ ആക്ട് കണ്ടിട്ട് ചിരിക്കാനുള്ള വകയുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ പെർഫോം ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഗോൾഡ് കോയിൻസ് കൊടുക്കാനായിട്ട് പറയുന്നു. അങ്ങനെ റെനയ്ക്ക് 4 ഗോൾഡ് കോയിൻ കിട്ടുന്നു, അനീഷിന് 1 കിട്ടുന്നു, ജിസേലിന് 1 ഗോൾഡ് കോയിൻ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ടൈലിൻ്റെ ഒരു സ്പോൺസർ ടാസ്ക് വരുന്നത്. അതിനിടയ്ക്കാണ് ഒരു വലിയ സംഭവം ഉണ്ടാകുന്നത്, വലിയൊരു ചർച്ചാ വിഷയമാക്കിയിട്ട് ഇപ്പോൾ മാറിയിട്ടുള്ളത്. അതായത് ഒണീലിൻ്റെ ടീമാണ് ആ ടാസ്കിൽ വിജയിക്കുന്നത്. അപ്പോൾ ഒണീൽ വിജയിച്ചു എന്ന് ഉള്ള ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഒണീലിൻ്റെ കാല് തട്ടിയിട്ട് ഒണീൽ വീഴാൻ പോകുന്ന സമയത്ത് മസ്താനിനെയാണ് കയറി പിടിക്കുന്നത്. അത് കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ, കാരണം ഒണീൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ കയറി പിടിക്കുന്ന സമയത്ത് അത്യാവശ്യം ഇങ്ങനെ ബലം പിടിച്ചിട്ട് തന്നെയാണ് പോയിട്ട് മസ്താനിനെ പിടിക്കുന്നത്. അപ്പോൾ മസ്താനിക്ക് അതൊരു ബാഡ് ടച്ചായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ മസ്താനി കൺഫ്യൂസ്ഡ് ആണ്, അത് ബാഡായിട്ടാണോ ടച്ച് ചെയ്തതെന്നുള്ളത്. മസ്താനി എന്ത് ചെയ്തു, ഇത് പോയിട്ട് കൊടും വിഷമായിട്ടുള്ള ലക്ഷ്മീൻ്റെ അടുത്ത് പോയിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പം ലക്ഷ്മി ഇതൊരു വലിയൊരു ചീപ്പ് ഗെയിമായിട്ട് മാറ്റിയിട്ട് ഒണീലിനെ വിചാരണ ചെയ്യുന്നത് പോലെ രാത്രിയിൽ നിങ്ങളുടെ മൈക്കെടുത്തിട്ട് എല്ലാവരും കേൾക്കട്ടെ, നിങ്ങൾ സംസാരിക്കുന്ന എല്ലാവരും കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ഒണീലിനെ ഫയർ ചെയ്യുകയാണ്. അപ്പോൾ ഒണീലിൻ്റെ അടുത്ത് പറയുന്നു, നിങ്ങൾ മസ്താനീനെ ബാഡ് ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒണീലിൻ്റെ നേരെ ചെല്ലുന്നു. അപ്പോൾ ഒണീൽ പറയുന്നുണ്ട്, അത് ഞാൻ വീഴാൻ പോയ സമയത്ത് പിടിച്ചു ഞാൻ അപ്പം തന്നെ സോറി പറഞ്ഞുവെന്ന്. അപ്പോൾ മസ്താനിക്ക് അതിനെതിരെ ഒരു കംപ്ലയിൻറ്റും ഇല്ല. ഒണീലിനെതിരെ മസ്താനിക്ക് കംപ്ലയിൻ്റ് ഇല്ല, പക്ഷേ അതിൻ്റെ പ്രശ്നം മുഴുവനും ഈ ലക്ഷ്മിക്കാണ്. അപ്പോൾ ലക്ഷ്മി അവിടെ നിന്നിട്ട് വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ, പിന്നെ ഒണീലിൻ്റെ അടുത്ത് കുടുംബത്തിൽ പറക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും വിചാരണ ചെയ്യുന്നത് പോലെ തന്നെ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടെ ഒണീലിനെയാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. കാരണം മസ്താനിക്ക് കംപ്ലയിൻ്റ് ഇല്ല. അവസാനം ഇതേ മസ്താനി തന്നെ വന്നു നിന്ന് ക്യാമറയുടെ മുമ്പിൽ പറയുന്നു, എനിക്കിതൊരു വിഷയമാക്കണമെന്നുള്ള ഒരു താല്പര്യം ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ കോണ്ടന്റ് പുറത്തേക്ക് വിടരുതെന്ന് പറയുന്നു. ബിഗ് ബോസ് അല്ലേ ആള്, കറക്റ്റ് റേറ്റിംഗ് കിട്ടുന്ന ഒരു വിഷയമായതുകൊണ്ട് അത് തന്നെ പുറത്തേക്ക് വിടുകയും ചെയ്തു. അപ്പോൾ ഒണീലിനെ ഇത് ശരിക്കും നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഒണീൽ ക്യാമറയിൽ പോയി നിന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിതിൻ്റെ ക്ലാരിറ്റി വേണം, അതുകൊണ്ട് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ എനിക്ക് ഇതിനെതിരെ സംസാരിക്കണം, ഇതിൻ്റെ വീഡിയോ കാണിക്കണമെന്നും പറയുന്നുണ്ട്. ലക്ഷ്മി
പോയിട്ട് ഒണിലിനെതിരെ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. കാരണം ലക്ഷ്മീൻ്റെ അടുത്ത് മസ്താനി ഇത് കാണിച്ചു കൊടുത്തപ്പോൾ അത് കണ്ട സമയത്ത് ലക്ഷ്മിക്ക് തോന്നി അത് ബാഡ് ടച്ച് ആണെന്ന്. അപ്പോൾ അനീഷും അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും ഇതിനെതിരെ ലക്ഷ്മീൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ലക്ഷ്മി തുടക്കം തൊട്ടേ കളിക്കുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു ഗെയിമാണ്. അത് ഈ കഴിഞ്ഞ ദിവസം ആദിലേനെയും നൂറേൻ്റെയും എതിരെ സംസാരിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയാലും ശരി, തുടക്കം തൊട്ടേ ലക്ഷ്മി കളിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിൽ വളരെ ചീപ്പായിട്ടുള്ളൊരു ഗെയിമാണ്. ഇവിടെ മസ്താനിക്കില്ലാത്ത കംപ്ലൈൻറ്റിൻ്റെ പേരിൽ എന്ത് അവകാശമാണ് ലക്ഷ്മിക്ക് ഒണിലിനെ ഇത്തരത്തിൽ വ്യക്തിഹത്യ ചെയ്യാനായിട്ടുള്ളത്? ഇത്തരം നിലവാരം കുറഞ്ഞിട്ടുള്ള മത്സരാർത്ഥികളെയൊക്കെ ബിഗ് ബോസിൽ എടുക്കുന്നതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് ലാലേട്ടനാണ്. കാരണം വീക്കെൻഡിൽ വന്നിട്ട് ഇവരുണ്ടാക്കി വെക്കുന്ന ഇത്രയും നിലവാരം കുറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ചർച്ച ചെയ്യേണ്ട അവസ്ഥയാണ് ആ മനുഷ്യന്. ഏതായാലും ലക്ഷ്മീനെ ഈ കാര്യത്തിൽ പുറത്താക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇനി അവസാനത്തെ ലാസ്റ്റ് വാണിംഗ് ഇനി ലക്ഷ്മിക്ക് കൊടുക്കുക എന്നുള്ളത് അറിഞ്ഞുകൂടാ. കാരണം ഇതിന് മുമ്പേ നടത്തിയിട്ടുള്ള ആദിലേൻ്റെയും നൂറയ്ക്കുമെതിരെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ മതി ലക്ഷ്മീനെ പുറത്താക്കാനായിട്ട്. ലക്ഷ്മീനെ പോലുള്ളൊരു മത്സരാർത്ഥിയൊന്നും അവിടെ തുടരാനായിട്ട് ഒരു അർഹതയില്ല, അവിടെ നിൽക്കാനും പാടില്ല. ഇത് ഞാൻ പറയുന്നത് ശരിക്കും ഒണിയിൽ ഇതൊരു സ്ട്രോങ് ആയിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ പോകണം എന്നുള്ളതാണ്. ലക്ഷ്മീനെ പുറത്താക്കണമെന്ന് പറഞ്ഞ് തന്നെ നിൽക്കണമെന്നുള്ളതാണ്. ഏതായാലും എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത്.